വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ മുഹമ്മദ് റിയാസിലേക്ക് തന്നെ. മുഹമ്മദ് റിയാസ്, ഈ സർക്കാരിൻ്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ മുദ്രാവാക്യം എല്ലാം ശരിയാക്കുമെന്നായിരുന്നു. എല്ലാം ശരിയാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ജേക്കബ് തോമസിനെയാണോ എന്ന് തോന്നിക്കുമാറാണ് അതിനുശേഷമുള്ള പല നടപടിക്രമങ്ങളും പോകുന്നത്. വിജിലൻസ് ആണോ ഈ സർക്കാരിൻ്റെ മുഖം? ഒന്ന്, എല്ലാം ശരിയാകും എന്നുള്ള മുദ്രാവാക്യം ഏറെക്കുറെ എല്ലാ മേഖലകളിലും നടപ്പിലായി വരുന്നു. 100 ദിവസത്തെ സർക്കാരിന് ജനം ഓൺലൈൻ മാധ്യമങ്ങളിലും മറ്റും നൽകിയ മാർക്കിടൽ തന്നെ നമുക്കതിന് കാണാം. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. 2, ഇവിടെ വിജിലൻസ് ഒരു സർക്കാരിൻ്റെ മുഖമാണോ എന്ന് ചോദിച്ചാൽ, നിർഭയവും നിഷ്പക്ഷവുമായി ഉദ്യോഗസ്ഥർക്ക് അഴിമതിക്കെതിരെ നിലകൊള്ളാനുള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ വിജിലൻസിന് വലിയ പങ്കുണ്ട്. അതിന് വിജിലൻസിനെ സ്വതന്ത്രമായി വിടണം. കഴിഞ്ഞ സർക്കാരിൻ്റെ ഭരണകാലത്തുള്ള പ്രശ്നം എന്താ? നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത സ്ഥിതി വന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ഭീഷണിപ്പെടുത്തുന്നു, പ്രലോഭനങ്ങൾ കൊണ്ട് അവരെ പുറകോട്ട് നയിക്കുന്ന കുറേയേറെ സംഭവങ്ങളുണ്ട്. ഞാനത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള വിജിലൻസ് സംവിധാനത്തിന് ഇൻഡിപെൻഡൻ്റായി സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ പറ്റുന്നു. ഇത് വിജിലൻസിന് സ്വതന്ത്രമായി മുന്നോട്ട് പോകാനുള്ള സർക്കാരിൻ്റെ നയം അത് ജനങ്ങളെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഹർഷ പ്രശ്നം. ജനം അതിനെ 2 കൈയും അടിച്ച് സ്വീകരിക്കുകയാണ്. വിജിലൻസ് ശക്തമാണെങ്കിൽ ഒരു വലിയ അളവോളം അഴിമതി ചേർക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു രീതി ഇന്ന് കേരളത്തിൽ വരുന്നു. ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസിലെ അഴിമതിക്കെതിരെയുള്ള മനസ്സുള്ള നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്. അങ്ങനെ ഒരു മുന്നണിയിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലാകെ മോശം, ഒരു പാർട്ടിയിലാകെ നല്ലത് എന്നല്ല. ഇതൊരു കൾച്ചറാണ്. അപ്പം ഈ നിലയിൽ അഴിമതിയെ വെറുക്കുന്ന ഭരണകക്ഷിയിലെ, പ്രതിപക്ഷ കക്ഷിയിലെ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തവരായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജിലൻസിന്റെ ഈ ഇടപെടലിനെ വലിയ രീതിയിലേക്കുള്ള പിന്തുണ വിജിലൻസിനും അതിലൂടെ സർക്കാരിനുമായി വരുന്നു. പൂർത്തീകരിച്ചോട്ടെ. വളരെ പെട്ടെന്ന് ശ്രീ മുഹമ്മദ് റിയാസ്. അതെ, ഞാൻ ഇതുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കെതിരെ കോംപ്രമൈസ് ഇല്ലാത്ത നിലപാടുമായി സർക്കാർ പോകണം എന്ന ഒരു നയമാണ്. അതിന്റെ ഭാഗമാണ് വിജിലൻസിന്റെ സ്വതന്ത്ര സ്വഭാവം ഉറപ്പുവരുത്തുന്നത്. ഞാൻ തിരിച്ചു വരാം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഈ കൂട്ടിലടച്ച തത്തയല്ല എന്ന് വിജിലൻസ് ഡയറക്ടർക്ക് ആവർത്തിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, വിജിലൻസ് ആണ് സർക്കാരിൻ്റെ മുഖമെന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് ആ പ്രവർത്തനത്തെ എത്തിക്കാൻ അദ്ദേഹത്തിനും കഴിഞ്ഞിരിക്കുന്നു. അതായത് സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പാക്കുന്നു എന്ന തോന്നലിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ, അല്ലെങ്കിൽ അന്വേഷണങ്ങളെ കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണോ വിജിലൻസ് ഡയറക്ടർ? ഹർഷൻ, ഇവിടെ മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ? കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്കെതിരെയോ ആഭ്യന്തരമന്ത്രി, ഒന്നിലധികം ആഭ്യന്തരമന്ത്രിമാർ 5 വർഷം ഉണ്ടായിരുന്നു. ആദ്യം ശ്രീ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു ആഭ്യന്തരം കൈകാര്യം ചെയ്ത്, പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നു, ഏറ്റവും ഒടുവിൽ ശ്രീ രമേശ് ചെന്നിത്തല വന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഉയർന്ന പോലീസ് ഓഫീസർ അല്ലെങ്കിൽ താഴ്ന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ കൃത്യനിർവഹണത്തിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിമാരായിരുന്ന ഈ 3 പേരിൽ ആരെങ്കിലുമോ ഇടപെട്ടതായി ഏതെങ്കിലും ഒരു അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചായി പറയാൻ കഴിയുമോ? ഒരൊറ്റ അവസരം? ഇത് വെറുതെ ഒരു ചർച്ചയിൽ വന്നിരുന്ന് പിന്നെ അങ്ങ് പറഞ്ഞാൽ. പക്ഷെ ആ നിലയ്ക്കല്ലായിരുന്നു ഇടപെടൽ. പറയട്ടെ, ഒരു കേസിലും എണ്ണം 8ആയി. ഏതാ DGP-മാരുടെ എണ്ണം അവർക്ക് പ്രൊമോഷൻ പോലും DGP-മാരെ എല്ലാം നിലനിർത്തിയല്ലോ ഈ ഗവൺമെന്റ്. UDF ഗവൺമെന്റ് തെറ്റുകൾ തിരുത്തലാണ് LDF ഗവൺമെന്റ് ജോലിയെങ്കിൽ അന്ന് 8 DGP-മാരുണ്ടായിട്ട് ആ DGP-മാരെ അങ്ങനെ വന്ന ഒരാൾക്കെതിരെയാണ് ഇപ്പോൾ ഒരു SP ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിന്റെ പോലീസിന്റെ ഡിസിപ്ലിനെ ബാധിക്കുന്ന കാര്യമാണ്. അതാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ആ SP ഉന്നയിച്ച ആരോപണം വളരെ ഗുരുതരമാണ്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ആ അന്വേഷണം അടിസ്ഥാനരഹിതമാണെന്ന്, ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞാൽ ആ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതാണ് ഉമ്മൻചാണ്ടി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. വളരെ ഗൗരവമുള്ള ആരോപണം ഉന്നയിച്ച് ഇപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ ഗവൺമെന്റ് പിന്നെ അദ്ദേഹത്തിന് ഇടപെട്ട് ചോദിക്കാനുണ്ട്. ഒരു ചോദ്യം. ഇപ്പം ഈ SP-യുടെ വിവാദം അന്നുണ്ടായിരുന്നു, നിങ്ങൾ ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്നു. വേറെ 2 ഉദ്യോഗസ്ഥന്മാർ, ഞാൻ പേര് പറയുന്നില്ല, പരസ്യമായി ഇങ്ങനെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു.
അന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷണം നടത്താമായിരുന്നു. അതെ അല്ല പാറ്റൂർ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റ് അന്വേഷണവും ഒക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഈ ഉമ്മൻചാണ്ടി ഇന്നിപ്പോൾ പറഞ്ഞല്ലോ, ഈ നിലപാട് അന്ന് എടുത്തിരുന്നെങ്കിൽ തന്നെ അദ്ദേഹം ഈ പറയുന്ന വാക്കും പ്രവൃത്തിയും ഒരുപോലെയാണെന്ന് പറയാമായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ പരസ്യമായി മന്ത്രിമാർക്കും ഭരണകക്ഷി രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥനെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല, ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പൊ കസേരേന്റെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ പത്രസമ്മേളനം നടത്തിയാൽ ഇതൊക്കെ ജനത്തിന് മനസ്സിലാവും. അല്ല, പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങളുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ പറയുന്നതായിട്ട് വ്യത്യാസമുണ്ടല്ലോ. ഞങ്ങളാരും അധികാരം വിട്ട് മാറിയപ്പോൾ ഞങ്ങൾ ഉദ്യോഗത്തിന്റെ പേരിൽ പിന്നെ പ്രതികാര നടപടി എടുത്തില്ല. കേരളത്തിന്റെ DGPയെ ഞങ്ങൾ മാറ്റിയോ? ഇടതുപക്ഷ മുന്നണി വെച്ച ജേക്കബ് മുന്നൂസിനെ ഞങ്ങൾ മാറ്റിയില്ലല്ലോ. ആ ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ടല്ലേ ഞങ്ങൾ കേരളം ഭരിച്ചത്. അതേസമയം ഐക്യ ജനാധിപത്യ മുന്നണി മാറി ഇടതുപക്ഷ മുന്നണി വന്നപ്പോൾ സെൻകുമാർ എന്ന് പറയുന്ന ഒരു ഓഫീസറെ അകാരണമായി മാറ്റിയില്ലേ? ഒരു ഗവൺമെന്റ് പിന്നെ കേരളത്തിലെ പൊതുജന സമൂഹം പിന്നെ പോലെ ഒരുപാട് ആരോപണം. നിങ്ങളൊരു കാര്യം ഞാൻ പറയാം, ഈ ജേക്കബ് തോമസിന്റെ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ ഇദ്ദേഹം ഇന്ന് എടുത്തിട്ടുള്ള വിജിലൻസ് കേസുകൾ കൺവിക്റ്റ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തകരും, ഈ ജനങ്ങളെല്ലാം തിരിയും. കാരണം ഇദ്ദേഹം ഒരു മീഡിയ മാനിയാക്ക് വന്നിട്ട് പിന്നെ ഈ മാധ്യമ ജ്വരത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നാളെ കാലം തെളിയിക്കും. ഞങ്ങൾ ഈ ചർച്ചയിൽ ഞാൻ പറയാം, ഞങ്ങൾ ആരും ഒരു ചരിത്രം അങ്ങനെ ചരിത്രം നേരത്തെ ചരിത്രമൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ശമ്പളം അതൊന്നും നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നില്ല. ജേക്കബ് തോമസ് ആരാന്നുള്ള കേരളത്തിലെ പൊതുജന സമൂഹത്തിന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹം ഇങ്ങനെ വിജിലൻസ് കേസുകൾ എന്തുകാര്യം പറയുന്ന അതിന്റെ ഒരു പ്രവാഹം തന്നെ സൃഷ്ടിച്ചോട്ടെ. പക്ഷേ ശ്രീ ജേക്കബ് തോമസിന്റെ ക്രെഡിബിലിറ്റി കൺവിക്ട് ചെയ്യപ്പെടണം. ഞാൻ തിരിച്ചു വരാം. എന്തായാലും ഇപ്പോൾ അഡ്വക്കേറ്റ് CP ഉദയഭാനു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് CP ഉദയഭാനു, ഈ കേസിന്റെ പുരോഗതി എങ്ങനെയായിരിക്കും എന്നാണ് തീർച്ചയായും അറിയേണ്ടത്. പ്രഥമ ദൃഷ്ട്യാ പരാതിയിൽ കഴമ്പുള്ളത് കൊണ്ടാണ് കേസെടുക്കുന്നത് എന്നാണ് ഈ വിഷയത്തിൽ ജേക്കബ് തോമസ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറ്റപത്രം ഉറപ്പാക്കി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ. അല്ലാത്ത കേസുകളല്ല അദ്ദേഹം സജീവമായി കൈകാര്യം ചെയ്യുന്നത്. കുറ്റപത്രം FIR ഉണ്ടെങ്കിൽ കുറ്റപത്രം ഉറപ്പാക്കി അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയായിരിക്കും ഈ കേസിന്റെ പുരോഗതി? ശ്രീ ഹർഷൻ, ഈ കേസിൽ നിയമപരമായി ഇനി മുന്നോട്ടുള്ള പോക്കിൽ ഈ പരമാവധി തെളിവുകൾ ശേഖരണം നടക്കാൻ ഇനിയും ഉണ്ട്. തെളിവുകൾ ഉണ്ട് ഉള്ള പൂർണ്ണമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ K. ബാബു ബിനാമി ട്രാൻസാക്ഷനുകൾ നിരവധി നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ മക്കളുടെയും അവരുടെ ഭർത്താക്കന്മാരുടെയും അവരുടെ ബന്ധുക്കളായിട്ടുള്ള മറ്റു പല ആളുകളുടെയും പേരിൽ ഒട്ടനവധി അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്ന പ്രഥമ വിവര ശേഖരണം നടത്തിയ ശേഷമാണ് ഇന്ന് ഇതുപോലെ സംയുക്തമായിട്ട് റെയ്ഡ് നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ശ്രീ K. ബാബു അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള 25 വർഷക്കാലത്തെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ ഈ പ്രത്യേകിച്ച് മന്ത്രിയായിരുന്ന കാലയളവിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം നടത്തി എന്ന് വിജിലൻസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിൽ. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അബ്കാരി മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം എക്സൈസിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ വഴിവിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തുവെന്ന് അന്ന് തന്നെ ആക്ഷേപം ഉണ്ടായതാണല്ലോ. ഇപ്പോ ഈ വിവരശേഖരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ശേഖരിക്കുന്ന രേഖകൾ ഒരു ക്രിമിനൽ കേസ് എപ്രകാരം രൂപപ്പെടുത്തിയെടുക്കാം എന്നതിനെ കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ള ആളുകൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്രകാരം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ശ്രീ K. ബാബു കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കുറ്റമറ്റ കുറ്റപത്രം അവിടെ സമർപ്പിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെയാണ് ശ്രീ K. ബാബുവിനെയും മറ്റും ധാർമ്മികമായി പിന്തുണ കൊടുക്കേണ്ട ആളുകൾക്ക് വിരളികളുള്ള ഒരു സംഭാഷണം നടത്താനിടയാകുമെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ നാം മനസ്സിലാക്കുന്നതനുസരിച്ച് വേണ്ടത്ര തെളിവുകൾ പരമാവധി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറെ കൂടിയുള്ള വിവരശേഖരണം നടത്തേണ്ടതുണ്ട്. കിട്ടുന്ന മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതൊരു കുറ്റപത്രത്തിലേക്ക് പോകാൻ പര്യാപ്തമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. മറ്റു പല കേസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു
കേസ് തന്നെയാണ്. ഇതിൽ പിന്നെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന് എതിരെ ഇതുപോലെ വ്യക്തിപരമായി ആരോപണം നടത്തി മൊറയിൽ നഷ്ടപ്പെടുത്തിയാൽ പോലും അങ്ങനെ മൊറയിൽ നഷ്ടപ്പെടുത്താനുള്ള ശ്രമം ഏത് ഭാഗത്തു നിന്ന് വന്നാലും നഷ്ടപ്പെടാനായിട്ടുള്ള മൊറയിലുകളൊന്നും അങ്ങനെ സൂക്ഷിക്കാതെ തന്നെ ഇത് മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യമുള്ള ഓഫീസർമാരാണ് ഇതിൽ ഇടപെട്ടുള്ളത്. അത് അതുകൊണ്ട് തന്നെ ഇത് കുറ്റപത്രത്തിലേക്ക് എത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയിലേക്ക്.